4-ാം സംഗീതത്തിലേക്ക് കടന്നു വരുമ്പോൾ രാത്രിയിൽ താൻ പാടുവാൻ പോകുന്ന പാട്ട്, പ്രത്യേകിച്ച് ഉറങ്ങുന്നതിന് മുമ്പായിട്ട് താൻ പാടുന്നൊരു പാട്ട്, അതാണ് അതിൽ 8-ാമത്തെ വാക്യം പറയുന്നത്, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. അപ്പൊ ഈ ഒരു പാട്ട് ദാവീദ് പാടുവാൻ തക്കവണ്ണം ഇടിയായിത്തീർന്നപ്പോൾ അതിന്റെ പശ്ചാത്തലം കൂടെ ഞാൻ ചിന്തിച്ചു നോക്കി. 3-ാമത്തെ വാക്യത്തിന്റെ 3-ാം സംഘത്തിന്റെ തലക്കെട്ടിപ്രകാരം പറയുന്നു, അബ്ശാലോമിന്റെ മുമ്പിൽ നോടിപ്പോയപ്പോൾ ദാവീദ് ചമച്ചതായിരിക്കുന്ന ഒരു വിഷയം. എന്റെ വിഷയം എന്ന് പറയുന്നത്, നടുങ്ങുവീൻ, പാപം ചെയ്യാതിരിപ്പീൻ. ലോകത്തിലേക്ക് നാം നോക്കുന്ന ആ സമയത്ത് പലരും പാപവുമായിട്ട് ബന്ധിക്കപ്പെട്ട് ജീവിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിച്ചുകൊണ്ട് ജീവിക്കുന്ന സാഹചര്യത്തിലാണ് ഞാൻ നിങ്ങളുമായിരിക്കുന്നത്. ആത്മീയ ജീവിതം എന്ന് പറയുന്നത് പലപ്പോഴും ഒരു പ്രകടനമായിട്ട് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവ്. എന്നാൽ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് പാപവുമായിരിക്കുന്ന ബന്ധത്തിൽ ഒരു ദൈവ ജീവിതം എന്ന് പറയുന്നത്. അവൻ പാപത്തെ അവൻ കാണുമ്പോൾ നടുങ്ങേണ്ടതായിരിക്കുന്ന ഒരു അനുഭവമുണ്ട്. അവൻ നടുങ്ങേണ്ടത് വളരെ ആവശ്യമാണ്. മറ്റൊരു ട്രാൻസ്ലേഷൻ ഞാൻ വായിച്ച പ്രകാരമാണ്, ട്രംബിൾ ആൻഡ് ഡു നോട്ട് സിൻ. പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, ദാവീദ് ഈ സങ്കീർത്തനം എഴുതുവാൻ ഇടിയായിത്തീർന്നപ്പോൾ ദാവീദിന്റെ മനസ്സിൽ ഓടി വരുന്ന ഒരു കാര്യമുണ്ട്. ഒരു കാലത്ത് ഞാൻ പാപം ചെയ്യുവാൻ ഇടിയായിത്തീർന്നതിന്റെ പരിണിത ഫലമാണ് തന്റെ മകനാകുന്ന അബ്ശാലോമിന്റെ മുമ്പിൽ നിന്ന് താനിപ്പോൾ ഓടി മരുഭൂമിയിൽ കടന്നു പോകാൻ കാരണമായി തീർന്നത്. തന്റെ ജീവിതത്തിൽ ഒരിക്കൽ കടന്നു വന്നായിരിക്കുന്ന പാപം, അതിന്റെ കോൺസിക്വൻസ് എത്രമാത്രം വലുതാകുന്നു എന്നുള്ളത് ദാവീദ് തന്റെ സ്വന്തം ജീവിതത്തിൽ കൂടെ മനസ്സിലാക്കിക്കൊണ്ട്, തന്റെ അനുഭവത്തിൽ കൂടെ ദാവീദ് മറ്റുള്ളവരോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്, നടുങ്ങുവീൻ, പാപം ചെയ്യാതിരിപ്പീൻ.